നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പാലിയത്തച്ഛൻ വരെയുള്ള ഭാഗങ്ങളാണ് പഠിച്ചു നിർത്തിയത്. എങ്കിൽ നമുക്കിന്ന് അതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് ഓൾറെഡി ഞാൻ നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്യുക. എടാ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ് അല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പലതരം പ്രക്ഷോഭങ്ങൾ നടന്നു. അതിൽ പഴശ്ശി കലാപങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വേലുത്തമ്പിയെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ പാലിയത്തച്ഛനെ പറ്റി പഠിച്ചു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പഴശ്ശി രാജ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോരാട്ടങ്ങൾക്കൊക്കെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് വയനാടിലെ വനങ്ങളായിരുന്നു, വയനാട് കാടുകളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെ സഹായിച്ചവരാണ് കുറിച്യരും കുറുമ്പരും അല്ലേ. തലക്കൽ ചന്തുവിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോർമലി പഴശ്ശിരാജയെ വധിച്ചു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിനെ സഹായിച്ചവരൊക്കെ ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ടല്ലേ കാണത്തുള്ളൂ. അങ്ങനെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാടിലെ കുറിച്യരെയും കുറുമ്പരെയും ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ട് കാണുകയും അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ, അവർ ഈ പറയുന്ന കുറിച്യരും കുറുമ്പരും എന്ന് പറയുമ്പോൾ വനത്തിൽ താമസിക്കുന്നവരല്ല. അപ്പോൾ അവരുടെ പ്രധാന മാർഗം കൃഷിയാണ്. അവർ കൃഷി ചെയ്യുന്നതിൽ നിന്ന് അവരുടെ പരമ്പരാഗത കൃഷികൾ ചെയ്യുന്നതിന് തടയുക, കൂടുതൽ നികുതി അവരെ മേലിൽ ചുമത്തുക, അതുപോലെ നികുതി എന്ന് പറയുന്ന പണമായി തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ നോർമലി സഹികെട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷിനെതിരെ ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ കുറിച്യരായിരുന്നു മെയിനായിട്ട് നടത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് വിളിക്കും, കുറിച്യർ കലാപം അല്ലെങ്കിൽ കുറിച്യർ റെബലിയൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ കുറിച്യർ റെബലിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാണ് ഈ കുറിച്യർ? കുറിച്യരും കുറുമ്പരും എന്ന് പറയുന്നത് വയനാടിലെ ആദിവാസി സമൂഹത്തിൽ പെട്ടവരാണ്. അവരെ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് ശത്രുക്കളായിട്ട് കണക്കാക്കിയത്? അവരെ പഴശ്ശിരാജയെ സഹായിച്ചത് കൊണ്ടാണ്. ഇപ്പം എങ്ങനെയൊക്കെയാണ് അവർ ശത്രുക്കളെ കണ്ട് ബുദ്ധിമുട്ടിച്ചത്? അവരുടെ ലാൻഡുകളൊക്കെ അവർ പിടിച്ചെടുത്തു, അവരെ ട്രഡീഷണൽ ഫാമിംഗ് നടത്താൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നും നികുതി പണമായി വേണമെന്നും ആവശ്യപ്പെട്ടു. അവർ പണത്തിലല്ലല്ലോ നികുതി കൊടുക്കുന്നത്, അവർക്ക് അങ്ങനെ പൈസയെ പറ്റിയിട്ടൊന്നും അങ്ങനെ അറിവില്ലല്ലോ. അങ്ങനെ സഹികെട്ടു. 1800-1805 കാലഘട്ടമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ 1812 ആയപ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷിനെതിരെ ഒരു കലാപത്തിന് മുന്നിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ നേതാവാണ് രാമൻ നമ്പി അല്ലെങ്കിൽ രാമൻ മൂപ്പൻ. അപ്പോൾ ഇതിൻ്റെ നേതാവാണ് രാമൻ നമ്പി അല്ലെങ്കിൽ രാമൻ മൂപ്പൻ. അപ്പോൾ രാമൻ നമ്പി അല്ലെങ്കിൽ രാമൻ മൂപ്പൻ എന്തിൻ്റെ നേതാവാണ്? കുറിച്യർ കലാപത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്തത്? വയനാടാണ്, വനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ. അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ പഴശ്ശിരാജ നടത്തിയ പോലെയുള്ള ഈ പറയുന്ന വനത്തിലൂടെയുള്ള റോഡും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒക്കെയാണ് അവരെന്ത് ചെയ്തത്, കാര്യങ്ങൾ ബുദ്ധിമുട്ടിച്ചത്. അവരുടെ പ്രധാന സ്ഥലങ്ങൾ, അവർ ഈ പറയുന്ന പോരാട്ടം നടത്തിയ പ്രധാന സ്ഥലങ്ങളായിരുന്നു സുൽത്താൻ ബത്തേരിയും അതുപോലെ മാനന്തവാടി. സുൽത്താൻ ബത്തേരിയും മാനന്തവാടി. പക്ഷേ അറിയാം, ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഒരു ചെറിയ ആൾക്കാരല്ല. അവരെന്ത് ചെയ്തു, കൂടുതൽ പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഈ കലാപവും അടിച്ചമർത്തുകയാണ് ചെയ്തത്. എങ്കിലും ട്രൈബൽ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുടെ ആദ്യത്തെ കലാപങ്ങളിൽ ഒന്നാണെന്ത്, കുറിച്യർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കുറിച്യർ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷം ഇമ്പോർട്ടൻ്റ് 1812, 1812. അപ്പോൾ കുറിച്യരും കുറുമ്പരും ആരായിരുന്നു? വയനാടിലെ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നു. അവരാരെ സപ്പോർട്ട് ചെയ്തേ? പഴശ്ശിരാജയാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരോട് എന്തായിട്ട് കണക്കാക്കി? ശത്രുക്കളായിട്ട് കണക്കാക്കി. അവരുടെ ലാൻഡ് എന്ത് ചെയ്തു, ഇവരെ പിടിച്ചെടുത്തു. വനമേഖലയിലുള്ള അവരുടെ ജീവിതമാർഗ്ഗം അവർ പിടിച്ചെടുത്തു. അവരെ ട്രഡീഷണലി ഫാം ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ നിന്ന് പൈസയും ആവശ്യപ്പെട്ടു. അങ്ങനെ 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, അവർ സമരത്തിനിറങ്ങുന്നു, റെബലിയൻ ഇറങ്ങുന്നു. എന്ത് ചെയ്യുന്നു? ദേ കൺട്രോൾഡ് ദ റൂട്ട് ടു വയനാട് ആൻഡ് അറ്റാക്ക്ഡ് ദ ബ്രിട്ടീഷ് ക്യാമ്പ് അറ്റ് സുൽത്താൻ ബത്തേരി ആൻഡ് മാനന്തവാടി അല്ലേ. അവരെന്ത് ചെയ്തു, വയനാടിലെ പാത അല്ലെങ്കിൽ ആ വയനാട്ടിലൂടെയുള്ള റൂട്ടിൻ്റെ കൺട്രോൾ പിടിച്ചെടുക്കുന്നു, ഒളിപ്പോര് നടത്തുന്നു. അതുപോലെ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലുമുള്ള ബ്രിട്ടീഷ് കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് അതെന്ത് ചെയ്യുന്നു, അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമുക്കറിയാം, നോർത്ത് ഭാഗം എന്ന് പറയുന്ന മലബാറിൻ്റെ ഭാഗമാണ്. മലബാർ ഡയറക്റ്റായി ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ വന്നിരുന്ന സ്ഥലമാണ്. കൊച്ചിയും തിരുവിതാംകൂറും പോലെ അല്ല. അപ്പോൾ ഈ മലബാർ മേഖലയിലാണ് നമ്മുടെ പഴശ്ശിരാജ ഉണ്ടായിരുന്നത്. ഇതേ മലബാർ റെബലിയനിൽ മുസ്ലിങ്ങൾ, അതായത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ നടത്തിയൊരു സ്ട്രഗിളുണ്ട്. നമ്മളതിനെ മാപ്പിള ലഹളകൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മലബാറിലെ മുസ്ലിം കർഷകരായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കർഷകരായിട്ടുള്ള ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ലോഡുമാരും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ചേർന്ന് എന്ത് ചെയ്തു, ചൂഷണം ചെയ്തു.
കൂടിയ നികുതിയൊക്കെ വാങ്ങിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബ്രിട്ടീഷിനെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ലാൻഡ് ലോഡുമാർക്കെതിരെയും കലാപങ്ങൾ നടത്തുന്നു. ആ കലാപങ്ങളെയാണ് നമ്മൾ മാപ്പിള ലഹളകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇനി വിശദമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനുള്ളതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് കലാപങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. നമുക്കറിയാലോ, വാഗൺ ട്രാജഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ വാഗൺ ട്രാജഡിയോട് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെ ഈ മാപ്പിള റബലീനമായിട്ട് 1921 നടക്കുന്നുണ്ട്. പിന്നീട് പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ആ ഒരു ബുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരാണ്? ഇതാണ് മലബാർ മാനുവൽ എന്ന പുസ്തകം. എഴുതിയത് ആരാണ്? വില്യം ലോഗനാണ്. മലബാറിലെ കളക്ടറായിരുന്നു വില്യം ലോഗൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഓർമ്മക്കുറിപ്പുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മലബാർ ഈ പറയുന്ന മാനുവൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മലബാർ മാനുവൽ നോക്കിയേ, എ സീരീസ് ഓഫ് റെബലിയൻ ബ്രോക്ക് ഔട്ട് ഇൻ വേരിയസ് പാർട്സ് ഓഫ് മലബാർ. മലബാറിൻ്റെ ഭാഗത്ത് ഒരുപാട് ലഹളകൾ ഉണ്ടായി 19-ാം നൂറ്റാണ്ടിൽ. വില്യം ലോഗൻ എന്തായിരുന്നു? മലബാറിലെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളും ഒക്കെ എഴുതി. അദ്ദേഹം പറഞ്ഞിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ടാക്സ് പോളിസീസും എക്സ്പ്ലോയിറ്റേഷനും അത് കാരണം അവരെ കുടിയിറക്കുന്നു, എവിക്ഷനും ഈ പറയുന്ന ലാൻഡ് ലോഡുമാരെ നടത്തുന്നതും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കലാപങ്ങൾക്ക് കാരണമാകുന്നത്. ഇതിനെ മറ്റൊരു രീതിയിലും ആൾക്കാർ ഇന്റർപ്രിറ്റ് ചെയ്യാറുണ്ട്. ഇത് കലാപങ്ങൾ മറ്റ് ചില മതപരമായിട്ടുള്ള റീസൺസും ഇതിൽ പറയുന്നുണ്ട്. സോ നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അതൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളാണ്. അറിയാത്തത് സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമോ? കോട്ടയം വയനാട്ടിൽ നടത്തിയത് ആരാണ്? പഴശ്ശി കലാപങ്ങളാണ്. സിറ്റുവേഷൻ എന്തായിരുന്നു? നികുതി കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്റേണൽ അഫെയറുകളിൽ ബ്രിട്ടീഷ് ഇടപെടൽ കാരണം തിരുവിതാംകൂറിൽ വേലത്തമ്പി ദളവയുടെ സമരങ്ങൾ നടന്നു. കൊച്ചിയിലും ഇതേ കാരണങ്ങൾ കൊണ്ട് പാലിയത്തച്ഛൻ്റെ ലഹളകൾ നടന്നു. കുറിച്യർ കലാപം നടന്നത് വയനാട്ടിലാണ്. നികുതിക്ക് വേണ്ടിയിട്ട് ടാക്സ് ഹൈക്കും എവിക്ഷനും പേടിച്ച് മലബാർ മേഖലയിൽ നടത്തുന്നത് എന്താണ്? മലബാർ കലാപങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ മലബാർ കലാപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ എ സീരീസ് ഓഫ് റെബലിയൻ ഇൻ ദ മലബാർ ഡ്യൂറിംഗ് ദ 19th century. 19-ാം നൂറ്റാണ്ടിൽ മലബാർ മേഖലയിൽ നടന്ന കലാപങ്ങളാണ് മലബാർ അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ കാരണം എന്നൊരു പ്രൈമറി കോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എക്സ്പ്ലോയിറ്റേറ്റീവ് ടാക്സും അതുപോലെ തന്നെ ലാൻഡ് ലോഡുമാരുടെ എവിക്ഷനുമാണ്. കൂടുതലും മുസ്ലിം മാപ്പിള വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളിതിനെ മാപ്പിള ലഹള എന്ന് വിളിച്ചു. അപ്പോൾ ആ ടേബിൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കണം. ഇനി വരുന്നതാണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്. എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ഒരു വശത്തുണ്ടെങ്കിലും നമ്മുടെ കേരള സമൂഹത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നിങ്ങനെ മനുഷ്യരെ ജാതിപരമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും അതിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടിരുന്നു എന്ന് കണക്കാക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് അവകാശങ്ങൾ എന്ത് ചെയ്തു? നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന കുറേ ആൾക്കാർ മുന്നിട്ടിറങ്ങുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ആ ആൾക്കാരും അവരുടെ സംഘടനകളും മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് പഠിക്കണം. ഇവിടെ കണ്ടോ, ജാതിക്കുമ്മി എന്ന കൃതിയിൽ പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയേക്കുന്നതാണ്. അതായത് നമ്മളെ മനുഷ്യരെന്ന് പറയുന്നത് ചില താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരെ നാൽക്കാലികൾ, അത് കന്നുകാലികളെക്കാളും താഴെയാണ് കണക്കാക്കിയിരുന്നതെന്നും അത് ഈ 21-ാം നൂറ്റാണ്ടിലും അത് മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ആ പറയുന്ന ഓരോ നേതാക്കന്മാരും അവരുടെ സംഘടനകളും നമുക്കൊന്ന് നോക്കാം. The equality and equity that we see today were not seen in the social life of that time. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ സാമൂഹിക സമത്വം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തില്ലായിരുന്നു. ഓക്കെ, സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അയാളുടെ കഴിവിലല്ല, അയാളുടെ ജാതിയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ജാതിയുടെ പേരിൽ ഡിസ്ക്രിമിനേഷൻസും ഒരുപാട് സാമൂഹികമായിട്ടുള്ള അൺടച്ചബിലിറ്റി പോലെയുള്ള അൺഅപ്രോച്ചബിലിറ്റി പോലെയുള്ള യാത്രാവിലക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. കാര്യം മനസ്സിലാവുമല്ലോ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ഉയർന്ന ജാതിക്കാർ നടക്കുന്ന വഴി നടക്കാൻ പാടില്ല, അവർ വസ്ത്രധാരണത്തിൽ പ്രശ്നമുണ്ട്, അവരെ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ അയിത്തമാകും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിവരം കെട്ട മനുഷ്യന്മാർ കേരളത്തിൽ ഒരു കാലത്ത് കൊണ്ടു നടന്നിരുന്നു. സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് മാറാനായിട്ട് ഒരുപാട് ആൾക്കാർ മുന്നിട്ടിറങ്ങി. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമൂഹിക പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരാണ് ഈ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ നമുക്ക് നോക്കാം. ആദ്യം വരുന്നതാണ് വൈകുണ്ഠസ്വാമികൾ തമിഴ്നാട്ടിൻ്റെ ഭാഗത്ത് ജനിക്കുന്നു. അന്ന് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണാടി പ്രതിഷ്ഠ.
കാരണം നമുക്കറിയാം ഐഡൽ വർഷിപ്പ്, നമ്മൾ ഈ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ അതിൽ കാണുന്ന ആരെ തന്നെയാണ്, നമ്മളെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവങ്ങൾ ഇല്ല, അല്ലെങ്കിൽ ദൈവങ്ങൾ ഈ വിഗ്രഹത്തിലല്ല ഇരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര്, വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ പേരാണ് സമത്വ സമാജം. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജത്തിൽ അദ്ദേഹം ചെയ്തു, കണ്ണാടി വെച്ചു. ഓക്കെ, അപ്പോൾ കണ്ണാടി വെച്ച സ്വാമിയാണ് ആര്, വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ കണ്ണാടി വെച്ച് എന്ത് ചെയ്തു, സമത്വ സമാജം രൂപീകരിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നു, സമത്വ സമാജം രൂപീകരിക്കുന്നു. വൈകുണ്ഠ സ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നു, സമത്വ സമാജം രൂപീകരിക്കുന്നു. അടുത്ത് വരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നമ്മൾ ചാവറ അച്ഛൻ എന്ന് പറയും. നിങ്ങൾ ക്രൈസ്റ്റ് നഗർ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. കാരണം ക്രൈസ്റ്റ് നഗർ സ്കൂളുകളുടെയൊക്കെ എംബ്ലത്തിലുള്ളത് ഈ പറയുന്ന അച്ഛനാണ്. ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിൽ ജനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താണ്, ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റാണ്. നിങ്ങൾ പള്ളിക്കൂടം എന്ന സ്കൂളുകളെ പറയാറില്ലേ. അപ്പോൾ പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സ്കൂളുകൾ, മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇതാണ് അദ്ദേഹത്തെ ഓർത്തു വയ്ക്കേണ്ടത്. പിന്നെ വരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെ അറിഞ്ഞൂടാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല. നമ്മൾ റോഡ് സൈഡിലൊക്കെ അദ്ദേഹത്തിന് പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് കാണും അല്ലേ, ഒരു മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ചുറ്റുപാടുമൊക്കെ ഉള്ളത്. ആ സംഘടന ഏതാ, നിങ്ങൾ പറയും അത് SNDP ആണ്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലനും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇവരെ പറ്റിയിട്ടൊക്കെ. അവരെയൊക്കെ നേതൃത്വം വഹിക്കുന്ന ഇന്നത്തെ ആ സംഘടന, അതിൻ്റെ പേരാണ് SNDP. ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ശ്രീനാരായണ ഗുരു ഒരിക്കലും ഈഴവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച വ്യക്തിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം എന്തായിരുന്നു, നമ്മുടെ നാട്ടിൽ പ്രധാനമായും ഹിന്ദു മതത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളെ പറ്റിയിട്ടൊക്കെ എതിർത്ത് സംസാരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കം എൻലൈറ്റഡ് ത്രൂ നോളജ് അല്ലെ, അറിവിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, മോക്ഷം നേടണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു ആര്, ശ്രീനാരായണ ഗുരു. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. ഇത് എനിക്ക് ഓർക്കാൻ എളുപ്പമാണ്, കാരണം ഈ അരുവിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 4-5 കിലോമീറ്റർ അകത്താണ് എൻ്റെ വീടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം എന്ത് പ്രതിഷ്ഠ, ശിവപ്രതിഷ്ഠ. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് ജാതിയിൽപ്പെട്ടവർക്കും അവിടെ എന്ത് ചെയ്യാം, പോകാം. ഓക്കെ, ഏത് ജാതിയിൽപ്പെട്ട ആൾക്കും അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ഒക്കെ അവിടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അമ്പലമാണ് ഈ പറയുന്ന അരുവിപ്പുറം ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈ നാട്ടിലൊക്കെ പല കല്യാണങ്ങളൊക്കെ അവിടെ വെച്ചൊക്കെ നടക്കാറുണ്ട്. പല ജാതിയിൽപ്പെട്ടവരും അല്ലെ, മിക്സഡ് ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നവരൊക്കെ അവിടെ വെച്ച് കല്യാണം കഴിക്കാറുണ്ട്. സോ അതാണ് നമ്മുടെ അരുവിപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ എന്തൊക്കെ ഓർത്ത് വയ്ക്കും, ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമർ ആണെന്നും സൂപ്പർസ്റ്റിഷൻസിനെതിരെ പോരാടി എന്നൊക്കെയുള്ളത് എല്ലാവരിലും അത് കോമൺ ആയതുകൊണ്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓർത്തു വയ്ക്കേണ്ട എന്താണ്, അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP യോഗം എന്നല്ലേ അതിനെ പറയുന്നത്. അദ്ദേഹം നടത്തിയ ശിവപ്രതിഷ്ഠ എവിടെയാണ്, അരുവിപ്പുറത്ത്. ഓക്കെ, വേർ everyone can live in brotherhood without any caste discrimination or religious hatred. His vision influenced. അദ്ദേഹം ഒരുപാട് പിന്നീട് വന്ന സാമൂഹിക പരിഷ്കർത്താക്കളുടെയൊക്കെ ഗുരുവായിരുന്നു. ആരൊക്കെയാണ്, സഹോദരൻ അയ്യപ്പൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, മഹാകവി കുമാരനാശാൻ, അതുപോലെ ഡോക്ടർ പൽപ്പു, അതുപോലെ TK മാധവനെ പോലെ ഉള്ളവർ. ഇവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കും. എല്ലാവരും ഇല്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൾക്കാരെ പറ്റിയിട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു സെറ്റല്ലേ. അപ്പം 3 പേരെ ഒന്ന് പറയാൻ ശ്രമിച്ചേ. വൈകുണ്ഠ സ്വാമി കണ്ണാടി വച്ചു, സമത്വത്തിന് വേണ്ടി പോയി. ചാവറയച്ചൻ പഠിപ്പിച്ചു, സ്കൂൾ തുടങ്ങി. നാരായണ ഗുരു എന്ത് ചെയ്തു, നാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നു 1888. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, SNDP യോഗവും ആരംഭിക്കുന്നു. അദ്ദേഹം ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസും ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം ചട്ടമ്പി ആയതുകൊണ്ടല്ല, അദ്ദേഹം പഠിച്ചിരുന്ന ഈ ഗുരുകുലം പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടുത്തെ ഈ ക്ലാസ് ലീഡറിനെയാണ് നമ്മൾ ചട്ടമ്പി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമി എന്തായിരുന്നു, ഓക്കെ, ഈ പറയുന്ന മതത്തിൽപ്പെട്ട് നമ്മുടെ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന തെറ്റായ പല അനാചാരങ്ങൾക്കെതിരെയും പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്, ചട്ടമ്പി സ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാള ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഓരോന്നിലും ഭയങ്കരമായ രീതിയിൽ ഈ പറയുന്ന വിമർശനങ്ങളും, എന്നാൽ അത് വളരെ സൂപ്പറായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹി ഒപ്പോസ്ഡ് ദ കാസ്റ്റ് സിസ്റ്റം എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ലിറ്ററേച്ചറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് അയ്യൻ കാളി.
ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരാണ്. ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി, അതുപോലെ തന്നെ നമ്മൾ കണ്ട ആരാണ് വൈകുണ്ഠസ്വാമികൾ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, പിന്നെ നമുക്ക് ഈ അബ്ദുൽ ഖാദർ മൗലവി, ഇവരൊക്കെ തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ്. കാരണം ഇതൊക്കെ ഈ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീടിന് കുറച്ച് അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താണ് ഫോർട്ട് ഫോർ ദ റൈറ്റ് ഓഫ് സെൽഫ് റെസ്പെക്ട് അല്ലേ, ഈ പറയുന്ന പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതലും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിച്ചത്. പുലയർക്ക് വേണ്ടിയിട്ടുള്ള സഭയൊക്കെ തുടങ്ങുന്ന അദ്ദേഹമാണ്. ഓക്കെ, സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നതാണ് എന്ത്, ഇതാണ് ഇപ്പോൾ മാറിയിട്ട് പുലയ മഹാസഭയായിട്ട് മാറിയതെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല, അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. പുലയ ജാതിപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടുതലായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, ഫ്രീഡം ഓഫ് ട്രാവലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ദ ഒപ്രസ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അദ്ദേഹം ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം വില്ലുവണ്ടി യാത്ര, അതായത് പണ്ട് ഈ വില്ലുവണ്ടിയിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സഞ്ചരിക്കാവുന്നുള്ളൂ. എന്നാൽ ശരി, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വില്ലുവണ്ടി കയറി യാത്ര ചെയ്യുന്നുണ്ട്. ആൾ ചില്ലറക്കാരനല്ല. ഓക്കെ, പുള്ളി കുറച്ച് സെറ്റ് മനുഷ്യനാണ്. അതിൻ്റെ ഇത് കല്ലുമാല സ്ട്രൈക്ക്. ഓക്കെ, കല്ലുമാല, അതായത് ഈ കല്ലിൽ കൊണ്ടുള്ള ഇത് മാത്രമേ ഈ താഴ്ന്ന ജാതിപ്പെട്ടവർക്ക് ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. അതുപോലെ ഈ പറയുന്ന വില്ലുവണ്ടി യാത്ര, കല്ലുമാല സമരം, പിന്നെ ഊരുട്ടമ്പലം ലഹള എന്ന് പറഞ്ഞിട്ട് ഊരുട്ടമ്പലം സ്കൂളിന് തീ വെച്ചൊരു സംഭവമൊക്കെ ഉണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയ്യങ്കാളി പഞ്ചമി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കൂളിൻ്റെ പേരൊക്കെ മാറ്റിയത് നിങ്ങൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ ഊരുട്ടമ്പലം സ്കൂൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ്. ഓക്കെ, അപ്പോൾ അതാണ് അയ്യങ്കാളി. അപ്പോൾ ചട്ടമ്പിസ്വാമികൾ എന്താണ്, ഒപ്പോസ് ടു ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറാഷണൽ കസ്റ്റംസ്. മലയാളം ലാംഗ്വേജിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അയ്യങ്കാളിയാണെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട്, ഒപ്രസ്ഡ് ക്ലാസ്സസ്, പ്രത്യേകിച്ച് പുലയ സമുദായത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ, അവരുടെ അഭിമാനം, അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി. അദ്ദേഹം നടത്തിയ 2 യാത്രകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വില്ലുവണ്ടി യാത്രയും കല്ലുമാല സമരവും. സഭയുടെ അദ്ദേഹം നടത്തിയ മൂവ്മെൻറ്റിൻ്റെ പേര് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. നെക്സ്റ്റ് വരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. നിങ്ങൾ സ്വദേശാഭിമാനി എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ട്, ഒരു പത്രത്തെ പറ്റിയിട്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പത്രം ആരംഭിക്കുന്നത് ഈ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നായിരിക്കും. അദ്ദേഹം ഈ പറയുന്ന മൗലവിയുടെ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ്. ഓക്കെ, വർക്ക്ഡ് ഫോർ ദ കൾച്ചറൽ റിനൈസൻസ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ പറയുന്ന എന്താണ് മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. അന്ന് തിരുവിതാംകൂറിൽ നിന്നിരുന്ന പല തെറ്റായ നയങ്ങൾക്കെതിരെയും ഈ പത്രത്തിലൂടെ കുറിപ്പുകൾ, ലേഖനങ്ങളൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പേരാണ് എന്ത്, ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ. നമ്മൾ ഇന്ന് പഠിക്കുന്നതിൽ മുസ്ലിമായ ഒരു പേര് ഇതായതുകൊണ്ട് തന്നെ മുസ്ലിം മഹാജന സഭ എന്നൊക്കെ മാച്ച് ദ ഫോളോയിങ് വന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. പിന്നെ വരുന്നു മന്നത്ത് പത്മനാഭൻ. നിങ്ങൾ NSS എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, നായർ സർവീസ് സൊസൈറ്റി. നായർ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് സ്ഥാപിച്ചത് ഈ പറയുന്ന മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, വർക്ക്ഡ് ഫോർ ദ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രസ് ഓഫ് ദ നായർ കമ്മ്യൂണിറ്റി. തീരുന്നില്ല, നായർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മറ്റ് ഗാന്ധിജിയുമായിട്ടൊക്കെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞ എല്ലാ ജാതിപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഈ പറയുന്ന സവർണ ജാഥയൊക്കെ നയിക്കുന്നത് ഈ പറയുന്ന മന്നത്ത് പത്മനാഭനാണ്. അതായത് ഒരു ജാതിയല്ല, എല്ലാ ജാതികൾക്കും വേണ്ടി. ഈ പറഞ്ഞ ആരും ഒരു ജാതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാലല്ല എന്ന് മനസ്സിലാക്കുക. വക്കം മൗലവി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നല്ല, ജനങ്ങൾക്ക് പൊതുവെ. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുമ്പോൾ നായർക്ക് വേണ്ടി മാത്രവും, അയ്യങ്കാളി എന്ന് പറയുമ്പോൾ പുലിയർക്ക് വേണ്ടി മാത്രവും, നാരായണ ഗുരു എന്ന് പറയുമ്പോൾ ഈഴവർക്ക് വേണ്ടി മാത്രവും എന്ന് ചിന്തിക്കരുത്. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് നമ്മളവർ മെനക്കെട്ടിരുന്ന് പഠിക്കുന്നത്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആൾക്കാരായതുകൊണ്ട്. ഹി ലെഡ് ദ സ്ട്രഗിൾ ഫോർ അച്ചീവ് സിവിൽ റൈറ്റ്സ് ഇൻ കേരള അല്ലേ, ഈ പറയുന്ന അമ്പലത്തിന് ചുറ്റും എല്ലാവർക്കും നടക്കാനുള്ള അവകാശം, അങ്ങനെ അതിനൊക്കെ വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു വ്യക്തിയാണ് പൊയ്കയിൽ യോഹനാൻ. പത്തനംതിട്ട ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി കുറച്ചുകൂടെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ്, കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും സ്ലേവറിക്ക് വേണ്ടിയിട്ടും ഒക്കെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല അതിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്, പൊയ്കയിൽ യോഹനാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS എന്നാണ് ഇതിൻ്റെ അല്ലെ, PRDS എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം അല്ലേ. പത്തനംതിട്ടയിൽ രവി പേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ആസ്ഥാനമുണ്ട്. പത്തനംതിട്ട ജില്ലയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി അറിയായിരിക്കും. ഓക്കെ, അതാണ് പൊയ്കയിൽ യോഹനാൻ എന്ന് പറയുന്നത്. ഒക്കെ പൊയ്കയിൽ യോഹനാൻ. അപ്പോൾ പൊയ്കയിൽ യോഹനാനിലെ P വെച്ച് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ, നിങ്ങൾ നേരത്തെ കേട്ടു, ഏതാ ജാതി കുമ്മി എഴുതിയത് അല്ലേ. അദ്ദേഹത്തിൻ്റെ സമുദായമാണ് അരയ സമാജം. അദ്ദേഹം തുടങ്ങിയ മൂവ്മെൻ്റാണ് അരയ സമാജം. ഇത് നല്ല വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, എ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റർ.
ഹി വർക്ക്ഡ് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റ് വേണ്ടി, അരേ സമാജം എന്ന് പറയുമ്പോൾ അറിയാലോ, മുക്കുവ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഒരുപാട് കൃതികൾ, നാടകങ്ങളൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൃതികൾ, നാടകത്തിലൂടെയൊക്കെ അന്നുണ്ടായിരുന്ന പല പല ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം എതിർത്തിരുന്നു. പിന്നെ വരുന്നതാണ് വി.ടി. ഭട്ടതിരിപ്പാട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബ്രാഹ്മണരുടെ ഒരു പേരാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന നമ്പൂതിരി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് യോഗക്ഷേമ സഭ. അപ്പോൾ ഈ യോഗക്ഷേമ സഭ ആരംഭിച്ചതാരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മാത്രമല്ല വേറെയും ഒരുപാട് കൃതികളുണ്ട്. അപ്പോൾ അതും കൂടി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നെക്സ്റ്റ് വരുന്നതാണ് ആര്? വാഗ്ഭടാനന്ദൻ. അപ്പോൾ വാഗ്ഭടാനന്ദൻ എന്താ? അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് ആത്മവിദ്യാസംഘം. എന്താണ്? പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് ഓൺ ലോജിക് അല്ലേ. ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളെ എതിർത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും അദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഓക്കെ, ട്രൈഡ് ടു റിഫോം കസ്റ്റംസ് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് ടൈംസ്. മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ രീതികളിലും പ്രവർത്തികളിലും ഒക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ശ്രമിച്ചിരുന്നു. അതാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ പേര്, അവരുടെ സംഘടന നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കുക. വൈകുണ്ഠം സ്വാമി എന്തായിരുന്നു? സമത്വ സമാജം. നാരായണ ഗുരു SNDP. കുര്യാക്കോസ് അച്ഛൻ വിദ്യാഭ്യാസമാണ്, സംഘടനയൊന്നും പഠിക്കണ്ട. ചട്ടമ്പി സ്വാമിക്കും സംഘടനയൊന്നും പഠിക്കണ്ട. അയ്യങ്കാളിക്കാണെങ്കിലോ സാധുജന പരിപാലന സംഘം. വക്കം മൗലവിക്കാണെങ്കിൽ എന്താണ്? ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ. മന്നത്ത് പത്മനാഭനാണെങ്കിൽ NSS. പണ്ഡിറ്റ് കറുപ്പനാണെങ്കിൽ അരയ സമാജം. പൊയ്കയിൽ യോഹനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വി.ടി. ഭട്ടതിരിപ്പാടിന് യോഗക്ഷേമ സഭ. വാഗ്ഭടാനന്ദനാണെങ്കിൽ ആത്മവിദ്യാസംഘം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഇതിന് പുറമെ നമുക്ക് ഒന്ന് രണ്ട് സ്ത്രീകളെയും കൂടി നോക്കാം. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം, ആര്യപ്പള്ളം, കാളിക്കുട്ടി ആശാത്തിയും ഇതുപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീകളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, ആര്യപ്പള്ളം, അതുപോലെ തന്നെ ഈ പറയുന്ന പാർവതി നെന്മേനി മംഗലമൊക്കെ നമ്പൂതിരി സ്ത്രീകളുടെ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, ദാക്ഷായണി വേലായുധൻ നമ്മൾ ഇവിടെ പഠിക്കും. നിങ്ങൾ PSC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് അറിയായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെറിയ പിള്ളേരല്ല, അതുകൊണ്ട് വേണ്ട. ഓക്കെ, ഇനി PSCക്ക് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് അറിയായിരിക്കും. ഓക്കെ, സാധാരണ നമ്മൾ 8ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മളെ സോഷ്യൽ റിഫോർമേഷൻ ഉണ്ടായത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്നതാണ് സ്ട്രഗിൾ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന കുറച്ച് സമരങ്ങൾ. അതായത് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, അതുപോലെ വൈക്കം സത്യാഗ്രഹം, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, അതുപോലെ നമ്മൾ ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം, പിന്നെ മലബാർ കലാപത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, മലബാർ റെബലിയൻ കുറച്ച് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള പരിപാടി എന്തായിരുന്നു? പിന്നെ കൊച്ചിയിൽ നടക്കുന്ന വൈദ്യുതി പ്രക്ഷോഭം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, അതുപോലെ തിരുവിതാംകൂറിൽ വരുന്നു അബ്സഷൻ മൂവ്മെൻറ്റ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വരുന്നു. അങ്ങനെ നമ്മൾ ഇതാ കണ്ടോ, സ്വദേശാഭിമാനിയൊക്കെ പറ്റി നമ്മൾ പഠിക്കും, സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറും ഒക്കെ പറ്റിയിട്ട്. അപ്പോൾ നമുക്കത് വരുന്ന ക്ലാസ്സുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പഠിക്കാം. വലിയ ചാപ്റ്ററാണ്, അപ്പോൾ പെട്ടെന്ന് വലിയ പാർട്ട് വീഡിയോസിന് ഇടുന്നില്ല. 20 മിനിറ്റ് മാക്സിമം, ഇപ്പോൾ തന്നെ 20-23 മിനിറ്റോളം ആയി. മതി, ഇന്നത്തേക്ക് ഇത് മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി വരുന്ന പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്